ഇപ്പോൾ എന്താണ് ഈ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എറണാകുളത്ത് ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങൾ? സർക്കാരിൻ്റെ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിരുദ്ധമായിട്ടാണ് കൊച്ചിൻ കോർപ്പറേഷനിലെ വാർഡ് വിഭജനം നടന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർക്കും ഡീലിമിറ്റേഷൻ കമ്മിറ്റിക്കും ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ജനസംഖ്യാനുപാതികമായി വാർഡിൻ്റെ വിഭജനം നടത്തണം 2011. അപ്പോൾ 2011 ജനസംഖ്യാനുപാതികമായിട്ട് വാർഡ് വിഭജനം നടത്തുമ്പോൾ അത് ക്ലോക്ക് വൈസ് തുടങ്ങുന്നത് വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്നാണ്, ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ്. സാധാരണ എപ്പോഴും അങ്ങനെയാണ് തുടങ്ങാറ് എല്ലാ ഡീലിമിറ്റേഷനും കാലങ്ങളായി. അതിനകത്ത് തന്നെ ഒരു മാറ്റം വരുത്തിയിരിക്കുകയാണ്. ഫോർട്ട് കൊച്ചിയുമായി അടുത്ത് കിടക്കുന്ന ഫോർട്ട് വൈപ്പിനിലെ 600ഓളം വോട്ടുകൾ കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ഐലൻഡ് ഡിവിഷനിലാണ് ഇപ്പോൾ കൊണ്ടുവന്ന് വച്ചിരിക്കുന്നത്. അതുകൂടാതെ 2011 സെൻസസ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വൈറ്റില, അതുപോലെ എടപ്പള്ളി, തമ്മനം, ഈ ഭാഗം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭാഗമാണ്. ആ ഭാഗത്തല്ല ഇപ്പോൾ സീറ്റ് വർദ്ധിച്ചിരിക്കുന്നത്. 2 സീറ്റ് വർധനവ് ഉണ്ടായിരിക്കുന്നത് പള്ളുരുത്തിയിലാണ്. പള്ളുരുത്തിയിൽ ജനസംഖ്യ ആനുപാതികമായി അങ്ങനെ 2 സീറ്റ് വർദ്ധിക്കാൻ പാടില്ല. അപ്പോൾ അവിടെ 2 സീറ്റ് CPMന് ആധിപത്യമുള്ള മേഖലകളിൽ 2 സീറ്റ് വർദ്ധിപ്പിച്ചു. പകരം സീറ്റ് വർദ്ധിക്കേണ്ടിയിരുന്ന സ്ഥലങ്ങളിൽ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി 9,000-ത്തിലധികം വോട്ടുകളാണ്, 6,02,000 വോട്ടുകളാണ് കൊച്ചിൻ കോർപ്പറേഷൻ്റെ പരിധിക്കകത്ത് 2011 സെൻസസ് അനുസരിച്ച് ഉള്ളൂ. അത് 76 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 8,000-ത്തിൽ താഴെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഭൂപ്രകൃതി വെച്ചിട്ട് വാർഡുകളെ വിഭജിക്കുമ്പോൾ ആ ഭൂപ്രകൃതിക്ക് അനുസൃതമായി 10% കൂടുകയോ കുറയുകയോ ചെയ്യാം. ഇവിടെ അതല്ല ഉണ്ടായിരിക്കുന്നത്. ശരിക്കും ഡിവിഷൻ കൂടേണ്ട സ്ഥലങ്ങളിൽ 9,000-ത്തിലധികം വോട്ടുകളാണ് 18 ഡിവിഷനുകളിലായി ഉള്ളത്. 9,000-ത്തിലധികം വോട്ട്. അത് സർക്കാരിൻ്റെ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിരുദ്ധമാണ്. ഈ അയർലൻഡുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യത്തിൽ മുൻപ് ഇത്തരത്തിൽ ഈ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ പരിഗണിച്ച് കൊച്ചിയുടെ ഭാഗമാക്കി മാറ്റിയതാണ് ഇപ്പോൾ വീണ്ടും തിരിച്ചു പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നത്. 1985 മുമ്പ് ഐലൻഡിലായിരുന്നു ഈ ഫോർട്ട് വൈപ്പിനിലെ വോട്ടുകൾ ഉണ്ടായിരുന്നത്. പക്ഷേ അന്ന് ജനങ്ങൾ മുഴുവൻ വലിയ സമരം നടത്തിയിട്ടാണ് 1985 അത് ഫോർട്ട് കൊച്ചി 1-ാം ഡിവിഷനിലേക്ക് മാറ്റിയത്. ആ 600 ചില്ലാൻ വോട്ടുകൾ. അപ്പോൾ ആളുകൾ മുഴുവൻ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഐലൻഡിലെത്തണം. ആ സമരം ചെയ്ത് അത് മാറ്റിയത് ഇപ്പോൾ 10-40 വർഷത്തിന് ശേഷം അത് വീണ്ടും പഴയ രീതിയിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ, CPMൻ്റെയും ഇടതുമുന്നണിയുടെയും രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതുമാത്രമല്ല, ഇവിടെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്, അഡീഷണൽ സെക്രട്ടറിയാണ് ഈ വർക്ക് മുഴുവൻ ചെയ്തത്. ഈ വർക്ക് മുഴുവൻ ചെയ്തുകൊണ്ടിരുന്ന അഡീഷണൽ സെക്രട്ടറി അവരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമല്ല എന്ന് കണ്ട് ഇത് വേറൊരു അഡീഷണൽ സെക്രട്ടറിയെ കൊണ്ടുവന്ന് നിലവിലുള്ള ആളെ മാറ്റി പുതിയൊരാൾക്ക് ചുമതല കൊടുത്തു. വന്നിരിക്കുന്ന ആൾക്ക് ഇത് എന്താണെന്ന് കൂടി അറിയില്ല. പകരം ഉദ്യോഗസ്ഥന്മാർ, ഈ അഡീഷണൽ സെക്രട്ടറി പുതിയ ആൾ വന്ന് അയാളാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തിയത് എന്ന് വരുത്തി തീർത്ത് അവരുടെ CPMൻ്റെ ഉദ്യോഗസ്ഥന്മാരെ അവരെ വച്ച് CPM നേതാക്കന്മാർ കൊടുത്ത അതേ ലിസ്റ്റാണ് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത്. ഏത് നിലയിലാണ് ഇനി കോൺഗ്രസിൻ്റെ പ്രതിഷേധവും അതുപോലെ തന്നെ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകും? അതിപ്പോൾ ജില്ലാ കളക്ടർക്ക് വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗങ്ങളിലൂടെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഡീലിമിറ്റേഷൻ കമ്മിറ്റിക്ക് പരാതി കൊടുക്കും. ഇതെല്ലാം വ്യവസ്ഥാപിതമല്ല എന്ന് പറഞ്ഞ് രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി ഇത് തള്ളിക്കളയുകയാണെങ്കിൽ കോടതിയെ സമീപിക്കുന്ന സമീപനമായിരിക്കും ഉണ്ടാകുക. കോർപ്പറേഷൻ കൗൺസിലർമാർ, മിനിമോൾ അടക്കമുള്ള അരിസ്റ്റോട്ടിലും ഹെൻറിയും പൈനിത്തറയും അടക്കമുള്ള കോർപ്പറേഷൻ്റെ നിരവധി വട്ടക്കാലം കൗൺസിലർമാരായിരുന്ന ആളുകളാണ്. അപ്പോൾ ഒരാളോട് പോലും അന്വേഷിക്കാതെ ആലോചിക്കാതെ ഒരു തരത്തിലും കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവുണ്ട്, ഒരാളുമായി ആലോചിക്കാതെ CPM ആളുകളുമായി മാത്രം ആലോചിച്ച് ഉണ്ടാക്കിയത് അവർക്ക് വിജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജനാധിപത്യ രീതിയിലാണ് ഇത് നടപ്പിലാക്കേണ്ടത്. ഇപ്പോൾ ലോക്കൽ ബോഡിയാണ്, എല്ലാവരും കൂടി ചെയ്യേണ്ടതാണ്. ആ വ്യവസ്ഥതകളെല്ലാം മറികടന്നുകൊണ്ട് രാഷ്ട്രീയ താല്പര്യം മാത്രമാണ് അവർക്ക് ജയിക്കാവുന്ന അവരുടെ കോട്ട എന്ന് അവകാശപ്പെടുന്ന പള്ളുരുത്തിയിൽ 2 ഡിവിഷനാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതവിടെ നിയമപരമായി ചെയ്യാൻ കഴിയില്ല. ഇനിയിപ്പോൾ ചെയ്താൽ പോലും ഒരു ഡിവിഷനിൽ പോലും ഉള്ള വോട്ട് അവിടെ ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ഡിവിഷനിൽ വോട്ട് കുറവാണ്. അപ്പോൾ അതുപോലെ തേവര ഡിവിഷനുമായി ബന്ധപ്പെട്ട് വലിയ പരാതിയുണ്ട്. പുഴയും പാലവും എല്ലാം കടന്നിട്ടാണ് കിലോമീറ്റർ കടന്നിട്ടാണ് കട്ടാരി ഭാഗം ഉൾപ്പെടെ കൊണ്ടുവന്ന് തേവരയിൽ കൊണ്ടുവന്ന് വച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വലിയ ക്രമക്കേടാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത്.